നമസ്കാരം സുഹൃത്തുക്കളെ, വോയിസ് ഓഫ് RBIയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ബാങ്ക് ജോലി ലക്ഷ്യമിടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് വളരെ സന്തോഷകരമായ ഒരു റിക്രൂട്ട്മെന്റ് വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. രാജ്യത്തെ 11 പൊതുമേഖലാ ബാങ്കുകളിലായി കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് CSA തസ്തികകളിലേക്ക് നിയമനം നടക്കുകയാണ്. ആകെ 11,403 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കേരളത്തിനായി 108 ഒഴിവുകളും അനുവദിച്ചിരിക്കുന്നു. ഈ റിക്രൂട്ട്മെൻറ്റിൽ ആരൊക്കെ അപേക്ഷിക്കാം, വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, പ്രായപരിധി എത്രയാണ്, ശമ്പളം എത്ര ലഭിക്കും, പരീക്ഷ എങ്ങനെയായിരിക്കും, അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, പ്രധാന തീയതികൾ ഏതൊക്കെയാണ്, ഈ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായും വിശദമായും ഈ വീഡിയോയിൽ നോക്കാം. അതുകൊണ്ട് വീഡിയോ അവസാന നിമിഷം വരെ കണ്ടാൽ അപേക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ നിയമനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ IBPS മുഖേനയാണ് നടക്കുന്നത്. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നത് മുമ്പ് ക്ലറിക്കൽ കേഡർ എന്നറിയപ്പെട്ടിരുന്ന തസ്തികയുടെ പുതിയ പേരാണ്. ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. സ്ഥിരതയുള്ള ജോലി, മികച്ച ശമ്പളം, പ്രമോഷൻ സാധ്യത, വിവിധ അലവൻസുകൾ എന്നിവ ഈ ജോലിയുടെ പ്രധാന ആകർഷണങ്ങളാണ്. ബാങ്കിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ മികച്ച അവസരമാണ്. ഒഴിവുകളുള്ള ബാങ്കുകൾ. ഈ റിക്രൂട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാങ്കുകൾ: ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ എല്ലാ ബാങ്കുകളും ഇന്ത്യയിലെ മുൻനിര പൊതുമേഖലാ ബാങ്കുകളാണ്. ഒരൊറ്റ പരീക്ഷയിലൂടെ വിവിധ ബാങ്കുകളിൽ നിയമനം ലഭിക്കാനുള്ള അവസരമാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നൽകുന്നത്. വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷിക്കുന്നവർ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം. ആർട്സ്, സയൻസ്, കൊമേഴ്സ്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ്. അതുപോലെ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷ വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയണം. കേരളത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മലയാള ഭാഷയിൽ പ്രാവീണ്യം ആവശ്യമാണ്. പ്രായപരിധി. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 20 മുതൽ 28 വയസ്സ് വരെയാണ്. 2026 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. 1998 ഓഗസ്റ്റ് 2-നും 2006 ഓഗസ്റ്റ് 1-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC, ST, OBC, PWBD തുടങ്ങിയ സംവരണ വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കും. ശമ്പളവും ആനുകൂല്യങ്ങളും. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 24,050 മുതൽ 64,480 വരെ ശമ്പള സ്കെയിൽ ലഭിക്കും. അടിസ്ഥാന ശമ്പളത്തിന് പുറമെ അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ ബെനിഫിറ്റ്, ലീവ് ബെനിഫിറ്റ്, പെൻഷൻ സംബന്ധമായ ആനുകൂല്യങ്ങൾ തുടങ്ങിയ നിരവധി സൗകര്യങ്ങളും ലഭിക്കുന്നതാണ്. ബാങ്കിംഗ് മേഖലയിലെ സ്ഥിരതയുള്ള സർക്കാർ സ്വഭാവമുള്ള മികച്ച ജോലികളിൽ ഒന്നാണിത്. അപേക്ഷാ ഫീസ്. SC, ST, PWBD, ESM, DESM വിഭാഗങ്ങൾക്ക് അപേക്ഷാ ഫീസ് 175 ആണ്. ജനറൽ, OBC, EWS ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങൾക്ക് 850 ആണ് അപേക്ഷാ ഫീസ്. ഫീസ് ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ. തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറി ഓൺലൈൻ എക്സാമിനേഷൻ. ഇത് യോഗ്യതാ പരീക്ഷയാണ്. രണ്ടാമത്തെ ഘട്ടം മെയിൻ ഓൺലൈൻ എക്സാമിനേഷൻ. അന്തിമ മെറിറ്റ് ലിസ്റ്റിൽ പ്രധാനമായും മെയിൻ പരീക്ഷയിലെ മാർക്കാണ് പരിഗണിക്കുന്നത്. മൂന്നാമത്തെ ഘട്ടം ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. കേരളത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മലയാള ഭാഷയിൽ പ്രാവീണ്യം തെളിയിക്കേണ്ടതുണ്ട്. അതിനാൽ ഭാഷാപരമായ തയ്യാറെടുപ്പും പ്രധാനമാണ്. പ്രധാന തീയതികൾ. ശ്രദ്ധിക്കേണ്ട പ്രധാന തീയതികൾ: ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചത് 2026 ഓഗസ്റ്റ് 1. അവസാന തീയതി 2026 ഓഗസ്റ്റ് 21. പ്രിലിമിനറി എക്സാമിനേഷൻ 2026 ഒക്ടോബർ. മെയിൻ എക്സാമിനേഷൻ 2026 ഡിസംബർ. അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുന്നത് നല്ലതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന വിധം. അപേക്ഷ സമർപ്പിക്കേണ്ടത് IBPSൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ്.
ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ശേഷം ആവശ്യമായ വിവരങ്ങൾ കൃത്യമായി നൽകുക. ഫോട്ടോ, ഒപ്പ്, ആവശ്യമായ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക. അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കുക. അവസാനം എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷം അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. അപേക്ഷയുടെ പ്രിൻ്റ് അല്ലെങ്കിൽ PDF ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുക. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക വിജ്ഞാപന ലിങ്കും അപേക്ഷാ ലിങ്കും ഈ വീഡിയോയുടെ പിന്നീട് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും അത് പരിശോധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാങ്ക് ജോലി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും സർക്കാർ ജോലി, ബാങ്ക് ജോലി, PSC, കേന്ദ്ര സർക്കാർ റിക്രൂട്ട്മെൻറ്റുകൾ, തൊഴിൽ വാർത്തകൾ എന്നിവ ഏറ്റവും ആദ്യം അറിയുവാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൻ അമർത്തി ആൾ നോട്ടിഫിക്കേഷൻ ഓണാക്കാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ നിങ്ങളുടെ RB റജി. അടുത്ത മികച്ച തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.